എൻ്റെ വീട് പെരുമ്പാവൂരാണ്. എൻ്റെ പേര് ഹിലാൽ എന്നാണ്. എനിക്ക് 3 സംശയമുണ്ട്. ഇരിങ്ങാലക്കുടയിൽ ഒരു പരിപാടി വെച്ചതായിരുന്നു, യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന പരിപാടി. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അവിടെ വന്ന് പരിപാടി ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതാണ് ഇത്രയും ദൂരം വരാൻ കാരണം. ഇത് ഒരുപാട് നാളായി മനസ്സിൽ നടക്കാൻ തുടങ്ങിയിട്ട് ഈ സംശയം. അപ്പോൾ ഈ 3 സംശയങ്ങൾക്കും നമുക്ക് സാഹിബ് മറുപടി തരണം. എൻ്റെ ആദ്യത്തെ സംശയം ഇതാണ്. ഞാൻ പിടിച്ചോളാം, അത് സംസാരിക്കാൻ. ലോകത്ത് 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ വിവിധ കാലഘട്ടങ്ങളിലായി വിവിധ സംഭവങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുകയുണ്ടായി. അതിൽ ഏറ്റവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകൻ. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ഇത് വിശ്വസിക്കാത്ത ഒരാൾ പോലും ഈമാൻ കരസ്ഥമാക്കുകയില്ല. ഈമാന്റെ ഫസ്റ്റ് പടിയാണത്. എന്തുകൊണ്ടാണ് മറ്റുള്ള പ്രവാചകന്മാരെല്ലാം അള്ളാഹു നമ്മുടെ അടുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രം എന്താ അള്ളാഹ് ഇത്രയും ഒരു ആദരണീയനാക്കാനുള്ള കാരണം മറ്റുള്ള പ്രവാചകന്മാരൊക്കെ അള്ളാഹു സൃഷ്ടിച്ചതാണ്. അവരുടെ അടുത്ത് എന്താ അള്ളാഹ് ഒരു വിവേചനം കാണിച്ചത്? ഇതെൻ്റെ ഒന്നാമത്തെ സംശയമാണ്. ഞാൻ പലതും ഉദ്ദേശിച്ച് വന്ന മക്കം മറന്നുപോയി. ഇനി രണ്ടാമത്തത് ബൈബിളെ സംബന്ധിച്ചാണ്. അത് ചോദ്യം അവിടെ ചോദിക്കാൻ ഉദ്ദേശിച്ചായിരുന്നു. അതിനും എനിക്ക് മറുപടി തരണം. ഒന്നാമത്തെ, എൻ്റെ അടുത്തൊരു ക്രൈസ്തവ സുഹൃത്ത് പറയുകയുണ്ടായി, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാതാവിനാലും പിതാവിനാലും സൃഷ്ടിക്കപ്പെട്ട നബിയാണ്. കേവലം നാമൊക്കെ എങ്ങനെ സൃഷ്ടിക്കും, അങ്ങനെ അതേ രൂപേണ സൃഷ്ടിക്കപ്പെട്ട ഒരു നബിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മാതാവിനാൽ മാത്രം റൂഹുല്ലാഹി ഈസ ഇബ്നു മറിയം എന്നാണ് ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തിയത്. കേവലം ഒരു മാതാവിനാൽ മാത്രം സൃഷ്ടിക്കപ്പെട്ട നബിയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ലോകത്തെ എല്ലാ പ്രവാചകന്മാരും മരണപ്പെട്ടുപോയി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടിട്ടില്ല, വാനലോകത്തേക്ക് ഉയർന്ന് എന്നാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു, കുടുംബജീവിതം, ലൈംഗിക ജീവിതം അനുഭവിച്ചു, മക്കളുണ്ടായി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ കുടുംബജീവിതം, വിവാഹം കഴിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ക്രൈസ്തവ സഹോദരങ്ങൾ പറയുന്നത്, എൻ്റെ ഒരു സഹോദരൻ പറഞ്ഞാണ്, ഞങ്ങളുടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവപുത്രനല്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവപുത്രനല്ല സാധാ ഒരു പ്രവാചകനാണെന്ന് പറയുന്നത്? ഇതാണ് എൻ്റെ രണ്ടാമത്തെ സംശയം. മൂന്നാമത്തെ സംശയം ഇത്തിരി സുദീർഘമായൊരു സംശയമാണ്. അതുകൊണ്ട് എനിക്ക് മറുപടി തരണം. അതായത് ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിൽ അവന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അവന്റെ സാഹചര്യം. കാരണം സാഹചര്യമാണ് ഒരു മനുഷ്യനെ, ഇപ്പൊ എന്റെ പിതാവ് മരണപ്പെട്ടുപോയി. എന്റെ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു എന്റെ പിതാവ്. അപ്പോൾ എനിക്ക് മാനസികമായിട്ടും എന്റെ സാമൂഹ്യപരമായിട്ടും ഞാൻ ഒരുപാട് വിഷമതകൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ പിതാവുള്ളപ്പോൾ എനിക്ക് ആ വിഷമതകൾ ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ പിതാവ് മരണപ്പെട്ടു, അതെന്റെ സാഹചര്യമാണ്. അപ്പൊ നമുക്ക് ഗുജറാത്ത് കലാപവേളയിൽ ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന മനുഷ്യാവകാശ സംഘടനയുടെ 2 ഉദ്യോഗസ്ഥർ ഈ കലാപബാധിതരായ കുട്ടികൾക്കിടയിൽ ഒരു കൗൺസിലിംഗ് നടത്തി. അപ്പോൾ ഒരു 5 വയസ്സുകാരനായ കുട്ടി ചോദിച്ചു, മകനെ നിനക്ക് വലുതാകുമ്പോൾ എന്താകാനാ ആഗ്രഹമെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എനിക്ക് വലുതാകുമ്പോൾ ഞാൻ 2 തോക്ക് വാങ്ങിക്കും. എന്തിനാ മകനെ തോക്കെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, എന്റെ മാതാവിനെയും എന്റെ പിതാവിനെയും എന്റെ സഹോദരങ്ങളെല്ലാം എന്റെ കൺമുമ്പിൽ വെച്ച് പിച്ച് ചീന്തിയവരെ എടുത്ത് എനിക്ക് അവരെ വെടിവെച്ച് കൊല്ലണം.
എന്ന് ആ കുട്ടി പറയുകയുണ്ടായി. അതേപോലെ തന്നെ അതേ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ അടുത്ത് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഇത് ഞാൻ പറയുന്നതല്ല, പല പത്രമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. ആ പെൺകുട്ടി പറയുകയുണ്ടായി, എനിക്ക് വലുതാകുമ്പോൾ IPS ഓഫീസർ ആവണം. എന്തിനാ മകളെ IPS ഓഫീസർ ആകും ചോദിച്ചപ്പോൾ ഇതേ ഉത്തരം തന്നെ ആ കുട്ടിയും പറയുകയുണ്ടായി. അവരൊരിക്കലും വലുതാകുമ്പോൾ ഒരു കുഴപ്പക്കാരനാവാനോ ഒരാളെ കൊലപാതകമാകാൻ ശ്രമിച്ചിട്ടില്ല. അവരുടെ സാഹചര്യമാണ് അവരെ അങ്ങനെ ആക്കി തീർത്തത്. അതുപോലെ തന്നെ ഇന്ന് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾക്കറിയാം. ഒരു മുസ്ലിം ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവൻ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഡോക്ടർ ആയിക്കോട്ടെ, അവനെ തീവ്രവാദിയാക്കി മുദ്രകുത്തും. അതേപോലെ തന്നെ മാവോയിസ്റ്റ് നമുക്കറിയാം. മറ്റേ ദളിത് വിഭാഗങ്ങളുടെ അവര് ഈ ഭരണകൂടത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോൾ മാവോവാദിയും ഒക്കെയാവും. ഇതൊക്കെ സാഹചര്യമാണ്. ഈ സാഹചര്യത്തെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഈ സാഹചര്യങ്ങൾ എങ്ങനെ മറികടക്കാൻ പറ്റും, ഈ സാഹചര്യത്തെ എങ്ങനെ അതിജീവിക്കാൻ പറ്റും, ഈ 3 കാര്യങ്ങളാണ് എനിക്കുള്ളത്. 3 കാര്യങ്ങൾക്കും എനിക്ക് ഉത്തരം തന്നെ ആണ്. എനിക്ക് തിരിച്ചു പോകുമ്പോൾ സന്തോഷത്തിൽ തിരിച്ചു പോകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. സഹോദരങ്ങളെ, മതം, യുക്തിയും വിചാരവും എന്ന വിഷയമാണ് നമ്മുടെ മുന്നിൽ പഠനത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യൻ ഒരു സവിശേഷമായ സൃഷ്ടിയാണ് എന്നും അവൻ്റെ സവിശേഷത ശരിയും തെറ്റും വേർതിരിച്ചറിഞ്ഞ് ശരിയിലൂടെ മുന്നോട്ടു പോയി ഉത്തമനാകുവാനും തെറ്റിലൂടെ മുന്നിലോട്ട് പോയി അധമനാകുവാനുമുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുണ്ട് എന്നതാണ് എന്നും ഈ സ്വാതന്ത്ര്യമാണ് മനുഷ്യാസ്തിത്വത്തിന്റെ സവിശേഷതയും മാനവിക നാഗരികതയുടെ വളർച്ചയ്ക്ക് നിമിത്തമായ കാര്യവുമെല്ലാം എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യത്തിന്റെ രംഗത്ത് കൃത്യമായ മാർഗനിർദ്ദേശം ആവശ്യമുണ്ട് എന്നും ആ മാർഗനിർദ്ദേശം നൽകുവാൻ വ്യക്തിക്കോ കുടുംബത്തിനോ സമൂഹത്തിനോ രാഷ്ട്രഘടനക്കോ അടിസ്ഥാനപരമായി കഴിയില്ല എന്നും യഥാർത്ഥത്തിലുള്ള തെറ്റുപറ്റാതെയുള്ള മാർഗദർശനം നൽകാൻ സൃഷ്ടികർത്താവായ തമ്പുരാന് മാത്രമേ കഴിയൂ എന്നും പടച്ചവന്റെ തെറ്റുപറ്റാത്ത മാർഗദർശനമാണ് പ്രപഞ്ചത്തിലുള്ള പ്രകൃതിയിലുള്ള വസ്തുക്കളെല്ലാം വിളിച്ചു പറയുന്നത് എന്നതിനാൽ പ്രസ്തുത മാർഗദർശനം ഒരിക്കലും തെറ്റുപറ്റാത്തതായിരിക്കുമെന്നും പടച്ചവന്റേത് എന്ന് ഉറപ്പുള്ള മാർഗനിർദ്ദേശം പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട ഇസ്ലാമാണ് എന്നും ആ ഇസ്ലാമിന്റെ ഇന്നത്തെ പ്രമാണങ്ങളാണ് പരിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും എന്നും ഈ പ്രമാണങ്ങൾ മനുഷ്യരുടെ മുന്നിൽ ബുദ്ധിപരമായ യുക്തിക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്ന കൃത്യമായ ആദർശങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് എന്നും സട്ടാവായ സംരക്ഷകനായ തമ്പുരാനെ മാത്രം ആരാധിക്കണമെന്നും അവന്റെ വിധിവിലക്കുകൾ പ്രകാരം ജീവിക്കണമെന്നും അങ്ങനെ ജീവിച്ചവർക്ക് നൽകപ്പെടുവാനുള്ള നന്മയുടെ ലോകമായ സ്വർഗലോകത്തെയും തിന്മയുടെ അത് നിഷേധിച്ചവർക്ക് നൽകപ്പെടാനുള്ള തിന്മയുടെ ലോകമായ നരകലോകത്തെയും കുറിച്ച് പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആശയങ്ങൾ തന്നെ ഇസ്ലാം ലോകത്തിന്റെ മുന്നിൽ വെക്കുന്നു എന്നും ഈ ആശയങ്ങളെല്ലാം പൂർണ്ണമായും യുക്തിസഹമാണ് എന്നുമുള്ള കാര്യങ്ങളാണ് വളരെ സംക്ഷിപ്തമായി ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വിഷയകമായ തുറന്ന ചർച്ചകളും ചോദ്യോത്തരങ്ങളും വിമർശനങ്ങളുമെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ ഉന്നയിച്ചുകൊണ്ട് ഈ സംവാദ സദസ്സിനെ സാർത്ഥകമാക്കണമേ എന്ന് ആമുഖമായി അഭ്യർത്ഥിക്കുകയുമാണ്. സഹോദരൻ പെരുമ്പാവൂരിൽ നിന്ന് വന്ന ഹിലാലിന്റെ ചോദ്യങ്ങൾ 3 എണ്ണമാണ്. 3 വിഷയവുമായി ബന്ധമുള്ളതല്ല. ഒന്നാമത്തെ ചോദ്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യമുള്ളത് എന്ന്. അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ തന്നെ അതിന് ഉത്തരമുണ്ടായിരുന്നു.
1,00,000-ലധികം ദൈവദൂതന്മാർ ഈ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മുൻപ് കഴിഞ്ഞുപോയ ദൈവദൂതന്മാരെല്ലാം ഒരു പ്രത്യേക ദേശത്തേക്കോ പ്രദേശത്തേക്കോ കാലഘട്ടത്തിലേക്കോ വേണ്ടി നിയോഗിക്കപ്പെട്ടവരായിരുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്തിമ പ്രവാചകൻ എന്നുള്ള നിലക്ക് മുഴുവൻ മനുഷ്യർക്കും വേണ്ടി, മുഴുവൻ കാലത്തിനും വേണ്ടി, മുഴുവൻ അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറൻ വലാകിന്ന അക്സറന്നാസി ലാ യഅലമു. പരിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായി പഠിപ്പിക്കുന്നത്, പ്രവാചകരെ താങ്കളെ നാം നിയോഗിച്ചിട്ടുള്ളത് മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയാണ് എന്നാണ്. മുഴുവൻ മനുഷ്യരിലേക്കും വേണ്ടി നിയോഗിക്കപ്പെട്ട അന്തിമ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അന്തിമ പ്രവാചകന്റെ ജീവിതം മുഴുവൻ മനുഷ്യർക്കും, ഏത് കാലഘട്ടത്തിലുള്ള ആളുകൾക്കും മാതൃകായോഗ്യമാക്കുവാൻ തക്കവണ്ണം കൃത്യമായിരിക്കണം, വ്യക്തമായിരിക്കണം, ശുദ്ധമായിരിക്കണം, സ്പഷ്ടമായിരിക്കണം. അങ്ങനെയുള്ള വ്യക്തിത്വമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞെടുത്തതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തിന്, ഔന്നത്യത്തിന് കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ അതിനർത്ഥം മുൻപുള്ള പ്രവാചകന്മാർ ഏതെങ്കിലും അർത്ഥത്തിൽ അധമന്മാരാണ് എന്നല്ല, കുറഞ്ഞവരാണ് എന്നല്ല, കുറവുള്ളവരാണ് എന്നല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൗത്യ നിർവഹണത്തിന്റെ കാര്യത്തിൽ അവരെല്ലാവരും ഉന്നതന്മാരാണ്, ഉത്തമന്മാരാണ്. ഓരോരുത്തർക്കും അവരുടേതായ സവിശേഷതകൾ സർവശക്തനായ തമ്പുരാൻ നൽകിയിട്ടുമുണ്ട്. ഈ സവിശേഷതകൾ, ഓരോരുത്തരുടെയും സവിശേഷതകൾ വ്യത്യാസമുണ്ടാകും. ആ വ്യത്യാസങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും അടിസ്ഥാനപരമായി മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദൈവദൂതന്മാരെയും അംഗീകരിക്കുകയും ആദരിക്കുകയും അവരുടെ ജീവിതം വിശുദ്ധമായിരുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടവരാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ മുസ്ലിമിനോട് ആഹ്വാനം ചെയ്യുന്നത്, ഖുൽ ആമന്നാ ബില്ലാഹി വമാ ഉൻസില അലൈനാ വമാ ഉൻസില അലാ ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യാഖൂബ വൽ അസ്ബാത്തി വമാ ഊതിയ മൂസാ വ ഈസാ വൻ നബിയ്യൂന മിൻ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും. അഥവാ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ മുസ്ലിം എന്നുള്ള നിലക്ക് ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, നമുക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം മുൻപർ പ്രവാചകന്മാർക്കും അവതരിപ്പിക്കപ്പെട്ടതിൽ ഇബ്രാഹീമിന്, ഇസ്മായിലിന്, ഇസ്ഹാക്കിന്, യാക്കൂബിന്, മോശക്ക്, യേശുവിന്, യാക്കൂബിന്റെ പുത്രന്മാർക്ക്, അവരല്ലാത്ത പ്രവാചകന്മാർക്ക്, എല്ലാ ആളുകൾക്കും അവതരിപ്പിക്കപ്പെട്ട അവരുടെ നിയോഗത്തിൽ വിശ്വസിച്ചിരിക്കുന്നു. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, അവർ തമ്മിൽ യാതൊരു വ്യത്യാസവും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. ഈ പ്രവാചകന്മാരെല്ലാം ഇസ്ലാമിന്റെ പ്രവാചകന്മാരാണ്. ഈ പ്രവാചകന്മാരെല്ലാം മാതൃകായോഗ്യരായ പ്രവാചകന്മാരാണ്. ഈ പ്രവാചകന്മാരെല്ലാം വിശുദ്ധരായ പ്രവാചകന്മാരാണ്. ഈ പ്രവാചകന്മാർ മുഴുവനും ലോകത്തിന് വെളിച്ചം കാണിച്ച പ്രവാചകന്മാരാണ്. പക്ഷേ കാലത്തിനനുസരിച്ച് അവരുടെ ദൗത്യം പരിമിതമായിരുന്നു. ആ പരിമിതിയാണ് അവരെ പരിമിതമാക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തിന്റെ വിശാലത അദ്ദേഹത്തിന് പ്രസക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമാണുള്ളത്. അവിടെ ഇതിൽ തന്നെയാണ് രണ്ടാമത്തെ ചോദ്യത്തിന്റെയും ഉത്തരം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് നൽകിയ ചില സവിശേഷതകൾ, ആ സവിശേഷതകൾ മറ്റു പ്രവാചകന്മാർക്ക് നൽകിക്കൊള്ളണമെന്നില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ സവിശേഷതകൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകപ്പെട്ടിട്ടില്ല. മൂസാ നബിക്ക് നൽകപ്പെട്ട സവിശേഷതകൾ ഈസാ നബിക്കും നൽകപ്പെട്ടിട്ടില്ല. ഓരോ ദൈവദൂതന്മാർക്കും വ്യത്യസ്തങ്ങളായ സവിശേഷതകൾ സർവശക്തൻ നൽകുന്നുണ്ട്. ഇതിൽപ്പെട്ടതാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കന്യകയിൽ ഗർഭിണിയായിട്ടാണ് ഉണ്ടായത് എന്നുള്ളത്. അതൊരു അത്ഭുതമാണ്. ആ അത്ഭുതം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ അത്ഭുതമാണ്. അതേപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ കൊലപ്പെടുത്തുവാൻ, ക്രൂശിക്കുവാൻ വേണ്ടി ആളുകൾ കടന്നു വന്നപ്പോൾ, പിലാത്തോസിന്റെ പടയാളികൾ കടന്നു വന്നപ്പോൾ അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെടുകയും അള്ളാഹുവിങ്കിലേക്ക് ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു എന്നാണ് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്. അഥവാ അദ്ദേഹത്തെ കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതുകൊണ്ട് തന്നെ അവസാന നാളിൽ കടന്നു വരികയും ഭൂമിയിലേക്ക് വരികയും ഇവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈസാ നബിയുടെ സവിശേഷതകളിൽ പെട്ടതാണവ. എന്നാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സവിശേഷത അദ്ദേഹം വടി നിലത്തിട്ട് സർപ്പമാക്കി എന്നതാണ്. അദ്ദേഹം തന്റെ വലത് കൈ കക്ഷത്ത് വെച്ചപ്പോൾ അത് പ്രകാശിക്കുന്ന വെളുപ്പ് നിറമുള്ളതായി എന്നതാണ്. അദ്ദേഹത്തിന്റെ സവിശേഷത അദ്ദേഹം സമുദ്രത്തിലടിച്ചപ്പോൾ സമുദ്രം പിളർന്ന് അതിലൂടെ വഴി നടക്കാൻ കഴിഞ്ഞു എന്നതാണ്. അദ്ദേഹത്തിന്റെ സവിശേഷത അദ്ദേഹം ഒരു പാറയിലടിച്ചപ്പോൾ പാറയിൽ നിന്ന് നീരുറവകൾ ഉണ്ടായി എന്നതാണ്.
ഈ സവിശേഷതകൾ ഈസാ നബിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും സവിശേഷതകളെ കൊണ്ട് ആരെങ്കിലും ദൈവമോ ദൈവപുത്രനോ ആവില്ല എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അഥവാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് മാതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ട്, പിതാവിന്റെ സ്പർശമില്ലാതെയാണ് ജനിച്ചത് എന്നതുകൊണ്ട് അദ്ദേഹം ദൈവമാണ് എന്ന വാദമാണെങ്കിൽ, ദൈവപുത്രനാണ് എന്ന വാദമാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആദ്യം ദൈവപുത്രനാകേണ്ടത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ദൈവമാകേണ്ടത്. മാതാവോ പിതാവോ ഇല്ലാതെ ജനിച്ചയാളാണ് അദ്ദേഹം. അതേപോലെ തന്നെ വെറും ഒരു പുരുഷനിൽ നിന്ന് മാത്രമായി ജനിച്ചയാളാണ് ഹവ്വ, ആദി മാതാവ് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അവരും ദൈവമാകണം. യഥാർത്ഥത്തിൽ പടച്ച തമ്പുരാന്റെ അത്ഭുതങ്ങളാണ് ഇവെല്ലാം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അദ്ദേഹത്തിൻ്റെതായ സവിശേഷതകളുണ്ട്. അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വ തആല സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ള സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ കുഞ്ഞുണ്ടാവുക എന്നതിന് പകരം സ്ത്രീയിൽ നിന്ന് മാത്രമായി കുഞ്ഞുണ്ടാവുക എന്ന് പടച്ചവന്റെ പ്രത്യേകമായ കൽപ്പന, പടച്ചവന്റെ വചനമുണ്ടായതുകൊണ്ട് ആ വചനമാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് ഖുർആൻ പറഞ്ഞു. കലിമത്തുള്ളയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന്. അതേപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവം തന്നെയാണ് എന്ന് വാദിച്ച ആളുകളോട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ല, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ചവനിൽ നിന്നുള്ള ഒരു ആത്മാവാണ് എന്ന്. പടച്ചവനിൽ നിന്നുള്ള ആത്മാവാണ് എന്ന് പറഞ്ഞാൽ അത് ദൈവമാണ് എന്നല്ല അർത്ഥം. മറിച്ച് അത് ദൈവമാണ് എന്ന് വാദിച്ച ആളുകളോട്, സ്വന്തമായി ദൈവപുത്രനാണ് എന്ന് വാദിച്ച ആളുകളോട് പരിശുദ്ധ ഖുർആൻ പറയുന്ന മറുപടിയാണ് അല്ലാഹുവിൽ നിന്നുള്ള ആത്മാവാണ് അദ്ദേഹം എന്നുള്ളത്. അതെല്ലാമാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സവിശേഷതയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അത്ഭുതങ്ങളുടെ സവിശേഷതകൾ ഒരുപാടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലാണ് ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അദ്ദേഹം ആകാശ ലോകങ്ങളിലേക്ക് യാത്ര ചെയ്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് കഅബാലയത്തിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്ര ചെയ്യുകയും അവിടെ നിന്ന് ആകാശ ലോകങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ അതേപോലെയുള്ള ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ആ അത്ഭുതങ്ങളെക്കാൾ വലിയ അത്ഭുതം, യഥാർത്ഥത്തിൽ ഈസാ നബിക്ക് നൽകപ്പെട്ട അത്ഭുതത്തെക്കാൾ വലിയ അത്ഭുതം, ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാർക്കും നൽകിയതിനേക്കാൾ വലിയ അത്ഭുതം പരിശുദ്ധ ഖുർആൻ എന്ന അത്ഭുതമാണ് എന്നാണ് ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ അത്ഭുതം ചരിത്രത്തിന്റെ ഭാഗമല്ല, മറിച്ച് ചരിത്രത്തോടൊപ്പം നടക്കുന്ന അത്ഭുതമാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചു എന്ന് നമ്മൾ ഭൂതകാലത്തിൽ പറയുമ്പോൾ ആ ജീവിപ്പിച്ചോ എന്ന യുക്തിവാദിയുടെ ചോദ്യത്തിന് അതേ ജീവിപ്പിച്ചു എന്ന് മറുപടി പറയാൻ ചരിത്രത്തിലെ രേഖകൾ മാത്രമേയുള്ളൂ. ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ, വേദഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലേ പറയാൻ കഴിയൂ. പക്ഷേ അത് ഭൂതകാലമാണ്, നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടി നിലത്തിട്ട് സർപ്പമാക്കി എന്ന് പറഞ്ഞാൽ അതില്ല എന്ന് പറയുന്നവരോട് രേഖകൾ വെച്ചുകൊണ്ട് സംസാരിക്കുവാനല്ലാതെ വസ്തുതാപരമായി സംസാരിക്കാൻ കഴിയില്ല. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവതരിപ്പിക്കപ്പെട്ട അത്ഭുതകരമായ ദൃഷ്ടാന്തം പരിശുദ്ധ ഖുർആനിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ലോകത്തെ ഏത് കാലഘട്ടത്തിലുമുള്ള അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും മുന്നിൽ വെല്ലുവിളിക്കുകയാണ് ഖുർആൻ. ഇതിന്റെ സവിശേഷത, ഇത് സർവശക്തനിൽ നിന്നുള്ളതാണ്, ഇത് ലബദ്ധമില്ല, ഇതിൽ വൈരുദ്ധ്യമില്ല, ഇതിൽ കളങ്കങ്ങളില്ല, ഇതേപോലൊരു ഗ്രന്ഥം കൊണ്ടുവരാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന്. ഇത് ഖുർആനിന്റെ സവിശേഷത, ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമാനുഷികത. ചുരുക്കത്തിൽ ഓരോ പ്രവാചകന്മാർക്കും അവരുടേതായ സവിശേഷതകളുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സവിശേഷതകൾ മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അതുകൊണ്ട് അദ്ദേഹം വലുതും മുഹമ്മദ് നബി ചെറുതുമാകുന്നില്ല, മുഹമ്മദ് നബി വലുതും അദ്ദേഹം ചെറുതുമാകുന്നുമില്ല. മറിച്ച് പ്രവാചകന്മാരെല്ലാം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരേപോലെയാണ്. എന്നാൽ നമുക്ക് മാതൃകയാക്കുവാനുള്ളത്, അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും സ്വന്തം ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനുള്ള ദർപ്പണമായി ഉപയോഗിക്കാനുള്ളത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നതുകൊണ്ട് തന്നെ നമ്മൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ ആദരിക്കുന്നു. അതേ മറ്റു പ്രവാചകന്മാരെ ഇകഴ്ത്തുകയോ മറ്റു പ്രവാചകന്മാരെ മോശമാക്കുകയോ ചെയ്യാതെ തന്നെ. പിന്നീടുള്ള ഒരു പ്രശ്നം, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് ഭീകരവാദികളും തീവ്രവാദികളുമെല്ലാമായി മാറുന്ന അവസ്ഥയെക്കുറിച്ചാണ്. അപ്പോൾ ആരാണ് കുറ്റക്കാർ എന്നുള്ളതാണ്. തീർച്ചയായും ആ സാഹചര്യങ്ങൾ ഇല്ലാതെയാക്കുവാൻ സമൂഹം ശ്രമിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും
എങ്കിൽ മാത്രമേ കുറ്റകൃത്യങ്ങൾ പൂർണ്ണമായി ഇല്ലാതെയാവുകയുള്ളൂ. കുറ്റകൃത്യങ്ങൾ കേവലം ഭീകരവാദത്തെ സൃഷ്ടിക്കുന്ന കുറ്റകൃത്യങ്ങൾ മാത്രമല്ല, തോന്നിവാസങ്ങൾ സമൂഹത്തിൽ നടമാടുമ്പോൾ, തിന്മകൾ സമൂഹത്തിൽ നടമാടുമ്പോൾ, വ്യാപകമായി സമൂഹത്തിൽ തിന്മകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ തിന്മകളിലേക്ക് മനുഷ്യർക്ക് നടന്നു പോകുന്നതിനുള്ള കാരണങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് തിന്മകൾ, സാമൂഹികമായ തിന്മകൾ അത് ഇല്ലാതിരിക്കുവാനുള്ള നിയമം ആവശ്യമുണ്ട് എന്ന് ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്നത്. എന്നാൽ ആ നിയമത്തിനപ്പുറത്ത് അടിസ്ഥാനപരമായി വ്യക്തികളാണ് നന്നാകേണ്ടത് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പാഠം. അഥവാ ലോകം എങ്ങനെയായിരുന്നാലും, ലോകത്ത് എന്ത് പ്രലോഭനങ്ങൾ ഉണ്ടായാലും, എന്ത് പ്രകോപനമുണ്ടായിരുന്നാലും മുസ്ലിമിന്റെ ജീവിതത്തെ നയിക്കേണ്ടത് പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുമാണ്. അവിടെയാണ് ആരും ഭീകരവാദിയാക്കിയാൽ ഭീകരവാദിയാകേണ്ടവനല്ല മുസ്ലിം, ആരെങ്കിലും തീവ്രവാദിയാക്കിയാൽ തീവ്രവാദിയാകേണ്ടവനല്ല മുസ്ലിം, ആരെങ്കിലും അധാർമികനാക്കിയാൽ അധാർമികനാകേണ്ടവനല്ല മുസ്ലിം. മുസ്ലിമിന്റെ ജീവിതത്തെ കൃത്യമായി നിർണയിക്കുന്ന, കൃത്യമായി മുസ്ലിമിന്റെ ജീവിതത്തെ നയിക്കുന്ന കൃത്യമായ പ്രമാണങ്ങളുണ്ട് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന പ്രമാണങ്ങൾ. ആ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏത് സാഹചര്യമുണ്ടെങ്കിലും ആ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും അയാൾ ചിന്തിക്കുക, അതനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുക. അങ്ങനെയാകുമ്പോൾ കേവലം കലാപങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളായി അയാൾ തീരുകയില്ല എന്നാണ് ചുരുക്കത്തിൽ സൂചിപ്പിക്കുവാറുള്ളത്. സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ അതില്ലാതെയാക്കുവാൻ ബോധപൂർവമായ പരിശ്രമങ്ങൾ ഉണ്ടാകണം, അതിനുവേണ്ടിയുള്ള ഇടപെടലുകൾ ഉണ്ടാകണം, സാമൂഹികമായ ഇടപെടലുകൾ ഉണ്ടാകണം, രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടാകണം, നിയമപരമായ ഇടപെടലുകൾ ഉണ്ടാകണം. പക്ഷേ സാഹചര്യം മോശമാണ് എന്നത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തെ തിന്മയിലേക്കോ തെറ്റിലേക്കോ കലാപത്തിലേക്കോ കൊണ്ടുപോകുവാനുള്ള ന്യായീകരണമല്ല. എന്തുകൊണ്ടെന്നാൽ മുസ്ലിമിന് അവന്റെ ജീവിതം എങ്ങനെയാകണമെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനും അദ്ദേഹത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറേണ്ടതല്ല മുസ്ലിമിന്റെ ജീവിതമോ ശൈലിയോ ദൗത്യമോ എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നാണ് 3 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്.